ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കത്തന്റെ കീഴിലേക്ക് പോവാം. യെസ്. എന്താണ് മത്സരത്തിന്റെ അജണ്ട? വീറും വാശി ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോ? തമിഴ് ഉണ്ടോ അല്ലേ? ഉണ്ട്. അടുത്ത തീരുമാനത്തിലാട്ടോ. തീർച്ചയായിട്ടും. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ? തമിഴ് വേണ്ട, തെലുങ്ക്. തെലുങ്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ജയിക്കും. ഓക്കെ, ഹെഡ് എടുത്തോ. രണ്ടാമത്തെ ഉള്ളത് ഇത് ടോസ് കിട്ടുന്നത്. ടോസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ഫസ്റ്റ് കത്തിക്ക്. ഓക്കെ, എമ്പുരാൻ. ഓ, മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു. എമ്പുരാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കിഴിയിൽ ആദ്യം തന്നെ കിട്ടുന്നത്. ആദ്യമായിട്ട് എന്താണെങ്കിലും വന്നിട്ടുള്ളത് പ്രണവിന്റെ ലുക്കാണ്. ഓക്കെ, ലൊക്കേഷൻ, അതായത് നമ്മൾ സിനിമയിൽ കണ്ട ലുക്ക് ഉണ്ടല്ലോ, അതിന്റെ ലൊക്കേഷനിലുള്ള ലുക്ക്. പ്രണവാണോന്ന് ഇതിന്റെ ഒറിജിനൽ അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട പോസ്റ്റർ കണ്ടിട്ട് പോലും പ്രണവാണെന്ന് മനസ്സിലാവാത്തവരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു. എന്തായാലും പ്രണവ് തന്നെയാണ് കേട്ടോ. ഒറിജിനൽ പ്രണവ. അതെ. ഓക്കെ, അടുത്ത കിഴി തെലുങ്ക് 1-0 പെഡി. രാം ചരൺ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആള്, പിന്നെ പറഞ്ഞിട്ട് പെഡി സിനിമയിലെ ഒരു ഐറ്റം സോങ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ കാജുവിനെ, അതായത് കാജൽ അഗർവാളിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ജിഗർദാണ്ട അല്ല, ജനതാ ഗ്യാരേജ് അതിലല്ലേ ഒരു ഐറ്റം സോങ് പമ്പ ഹിറ്റായ, അതിനുശേഷം ആളുടെ ഒരു അടുത്ത ഐറ്റം സോങ് ആയിരിക്കും. ഇപ്പൊ ഇവരൊക്കെ ആ ഒരു ലെവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീയ ശരൺ, സത്യം അല്ലേ, പിന്നെ തമന്ന, സമന്ത, അഗർവാൾ. പിന്നെ വേറൊരുത്തൻ പഠിപ്പിച്ചാന്ന് വിചാരിക്കാം. ഫുള്ള് ഐറ്റം സോങ് കളിപ്പിച്ചിട്ട്. അല്ല ശരി, അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ. സോറി ഡൗട്ടാ. ഞാൻ മറ്റേ ആളുടെ പേരെന്തായിരുന്നു? നിന്നെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റേ ആരായാലും പറയാൻ പാടില്ല. സോറിടാ, പറയുന്നില്ല കേട്ടോ. ഒരിക്കലും അല്ല, നല്ലതല്ലേ. അല്ല, എല്ലാരും ഒരേ ട്രാക്ക് പിടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളു. എന്റെ പൊന്നടാളി ആ പഠിപ്പിച്ചു എന്നുള്ളത് അങ്ങ് പിൻവലിച്ചു. ആരോട്? എല്ലാരോടും, പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞത് എന്റെ ഭാഗത്തു നിന്ന് തെറ്റാണ് കേട്ടോ. മാപ്പ്. അടുത്തത് അമീർ ഖാൻ വംശി മൂവി. ദിൽ രാജു പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് കേട്ടോ അമീർ ഖാന്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ വെടിച്ചിട്ട് സാധനമായിരിക്കും. നമ്മൾ ഒന്നിൽ വെച്ചിട്ട് ആരും കണക്കൂട്ടാൻ പാടില്ല. എന്തായാലും അല്ല, വംശി പക്ഷെ ആ ഒരു വൈബ് പിടിച്ച് ചെയ്യണം. ഒരു സീരിയൽ ലെവൽ പരിപാടി ഒന്ന് മാറ്റി പിടിച്ചാൽ ചിലപ്പം സെറ്റാവും. ഓക്കെ, എന്തായാലും ആമിർ ഖാൻ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഗ്രീൻ സിഗ്നൽ കൊടുത്തു എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെ നോക്കാം. എന്തായാലും അനൗൺസ്മെന്റ് ഒക്കെ വരുമല്ലോ, നോക്കാം. അപ്പൊ മറ്റേ ഇരുമ്പ് മായാവി എപ്പോഴാണോ? അതൊക്കെ വഴിയെ പിന്നീട് വലിയ സംഭവങ്ങളല്ലേ, ഒരുപാട് ചെയ്യാനുണ്ടല്ലോ ലൊക്കേഷന്. അതൊക്കെ കഴിഞ്ഞ് എത്തും. ഓക്കെ, അടുത്ത കിഴി ഫഫ പുരി ജഗന്നാഥ് മൂവി. 150 കോടി ബഡ്ജറ്റിൽ ഒരു തെലുങ്ക് മൂവി ആയിരുന്നു. ഓക്കെ, അത് തെലുങ്ക. ഫഫയാണ് അതിൽ നായകനായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, എന്തായാലും വരട്ടെ, നോക്കാം. ഫഫ നായകനായി 150 കോടി തെലുങ്കില്. നഷ്ടല്ലേ, പറയാൻ പറ്റില്ല. പടം നല്ല പടമാണെങ്കിലോ. അതെ, അത്രേ ഉള്ളൂ. അല്ല, ഫഫക്ക് പിന്നെ എല്ലായിടത്തും ഫാൻസ് ഉണ്ട്. തെലുങ്കിൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ ശരിക്ക് ആവേശല്ലേ? അല്ല, ആവേശമല്ല, പ്രേമലു അല്ലെന്നാ കേട്ടത്. ആവേശമാണെന്നൊരു വാദമുണ്ട്. അറിഞ്ഞുകൂടാ, ആയിരിക്കാം ചിലപ്പം. എന്താണെങ്കിലും അടുത്തത് ഹിറ്റ് 3. തമിഴ്നാട്ടില് തിയേറ്റർ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സിനിമാക്കാരൻ. നമ്മുടെ കേരളത്തിൽ എടുത്തിരിക്കുന്നത് ദുൽഖറിന്റെ വേഫറാണ്. ഓക്കെ, അപ്പോൾ 2-1 അടി സക്കെ. അടുത്തത് കാർത്തി സുന്ദർ സി മൂവി. ഓക്കെ, ഈ സിനിമ ഈ വർഷം ലാസ്റ്റോടെ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ എന്ത് പിക്ചേഴ്സ് ആയിരുന്നടാ? പ്രിൻസ് പിക്ചേഴ്സ് അവരാണ്. കാർത്തി സുന്ദർ സി. അതൊരു നല്ല ആണോ? അല്ല, മൂക്കുത്തിയമ്മൻ 2 എന്തായി? അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വീണ്ടും ഷൂട്ട് തുടങ്ങിയോ? ഇല്ലല്ലോ, ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നയൻതാരയും സുന്ദർ സിയും തമ്മിലുള്ള എന്തൊക്കെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്താണാവോ? ഇരുമ്പ് കൈ മായാവി.
ചോദിച്ചതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നീയല്ലേ ചോദിച്ചേ, അതുകൊണ്ട് നിനക്ക് എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇരുമ്പൈ മായാവിയിൽ ആമിർ ഖാനും സൂര്യയും ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. അതായത് സൂര്യയെ വെച്ച് ആളുടെ ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഇത് ആദ്യം ലവകേഷ് പറഞ്ഞത്. ശേഷം ആമിർ ഖാനെ വെച്ച് ഇത് ബോളിവുഡിൽ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കേൾക്കുന്നത് രണ്ടുപേരും ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത് കൊള്ളാലോ. എങ്ങോട്ടൊക്കെ ഇത് പോകുന്നത്? അല്ല, ഡ്രീം പ്രൊജക്റ്റ് ആകുമ്പോൾ എന്തായാലും ഇപ്പോഴുള്ള ബഡ്ജറ്റിനേക്കാളും അപ്പുറമുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അത്രയും വലിയ രീതിയിൽ വലുതാവണമെങ്കിൽ വലിയ കാസ്റ്റ് തന്നെ വരണം. വലിയ സിനിമ തന്നെ ആയിരിക്കും. അതെ, ഒരിക്കലും ഒരു അതെ. അപ്പോൾ ഇത് ബോളിവുഡ് ചിത്രമായിട്ടായിരിക്കും വരിക. അതായിരിക്കണം. തമിഴ് ആണെങ്കിലും ബോളിവുഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ അതെ കളക്ഷൻ തിരിച്ചു കിട്ടണ്ടേ? അതെ അതെ അതെ. അത് പ്രത്യേകിച്ച് എന്താണെന്നറിയോ, അതായത് സൂര്യക്കും ഭയങ്കര പവറുണ്ട് നോർത്ത് ഇന്ത്യൻസിൽ. സത്യം. അതിലിപ്പോൾ നമ്മുടെ പരാശക്തി ഇല്ലേ, അത് ചെയ്യാതിരുന്നതിന് കാരണം തന്നെ അതാ, ഹിന്ദിയായിട്ടുള്ള പ്രശ്നം കാരണം. അതുകൊണ്ട് തൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് കരുതിയിട്ട് സൂര്യ പിന്മാറിയത്. ഓക്കെ. അടുത്ത കിഴി STR 50. അടിപൊളി. ഈ സിനിമ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന് പ്രൊഡക്ഷനിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ AGS എൻ്റർടൈൻമെൻറ്റ്സ്. പക്ഷെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഈ സിനിമ നിർമ്മിക്കാൻ ഇവർ തയ്യാറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കുറച്ച് ഷൂട്ട് നെറ്റ്ഫ്ലിക്സിനെ കാണിക്കണം. എന്നിട്ട് നെറ്റ്ഫ്ലിക്സ് ഡീൽ ഉറപ്പിച്ചാൽ അവർ ഇത് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഈ സിനിമ നിർമ്മിക്കാം എന്നുള്ളതാണ് AGS എൻ്റർടൈൻമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു പരിപാടിയാണ്. അതിപ്പോ നേരെ നെറ്റ്ഫ്ലിക്സിനെ കൊടുത്തപ്പോ അതല്ല അവര് വാങ്ങാൻ, അതായത് OTT വാങ്ങാനായിരിക്കും. അത് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ നിലവിലുണ്ടായിരുന്ന പ്രൊഡ്യൂസർക്ക് തന്നെ എടുത്തുകൂടെ, വീണ്ടും ചെയ്തുകൂടെ നെറ്റ്ഫ്ലിക്സ് എടുക്കുകയാണെങ്കിൽ? കാരണം അത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു കളിയല്ലേ. പിന്നല്ലാണ്ട് ഒരുമാതിരി ഉങ്ങളെ പരിപാടി കാണിക്കാൻ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കണം, അല്ലാണ്ട് ഇതുമാതിരി മറ്റേ ഇടയ്ക്ക് നിന്നിട്ട് മറ്റേ ഒരു സഹായം. അതെ, അതായത് അവരെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാന്ന് പറയുന്നത് അല്ലേ. എന്തെന്നാ അങ്ങനെയാണെങ്കിൽ AGS അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാര്യം നോക്കട്ടെ. ഞങ്ങൾ ഇവരെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്കും കൊടുക്കാറില്ല. പിന്നെ അടുത്തത് STR 49. പൊളി. തമിഴിൽ പിടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ തെലുങ്കിൽ പോയി പിടിച്ചു. അതാണ് 1-2 ഉണ്ടാകുന്ന സാധനം. എന്താണെങ്കിലും STR 49 സിനിമയിൽ സന്തനം കോമഡി റോളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേൾക്കുന്നത്. 13 കോടിയാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ് കേട്ടത് പ്രതിഫലം. ഒരു 16,000 രൂപ അല്ലേ? അല്ല, എനിക്ക് മറ്റേ ദൃശ്യം 2 ഇല്ലേ, അതിലെ ഡയലോഗ് ഓർമ്മ 2 ലക്ഷമാണെന്ന് പറയുന്നത്, ഒരു 10,000 രൂപ അങ്ങ് തരും. സത്യം പറഞ്ഞോളാം, ഗണേഷ് പറയുന്ന സീനില്ലേ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. 5 ലക്ഷം ചോദിക്കുന്നത്, 5 ലക്ഷം 16,000 തരും. അതുപോലെ എന്തായാലും 8 കോടിക്കൊക്കെ ഡീൽ ഉറപ്പിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിഞ്ഞൂടാ, നോക്കാം. 13 ചോദിച്ചാലല്ലേ 8 കിട്ടുള്ളൂ. അതിന് കയറ്റി പറഞ്ഞതാണ് 8 കൂടുതലായിരിക്കും. എല്ലാവരും ബിസിനസ് അല്ലേ. സന്താനം ഇപ്പൊ മെയിൻ നടനാണേ, നടന്മാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത കിഴി കളംകാവൽ സിനിമയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിൽ 21 നായികമാരായിരിക്കും നമ്മുടെ മമ്മൂക്കയ്ക്ക്. ഓക്കെ, ആൾറെഡി അറിയാലോ അതെന്താണ് ക്യാരക്ടർ എന്നൊക്കെ, ഏതായാലും പുറത്ത് വന്നതാണ്. അതായത് സൈനൈഡ് മോഹൻ്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതിൽ 20 പേരെയാണ് കേരളത്തിൽ വെച്ചിട്ടുള്ള, അതായത് കേരളത്തിൽ നടന്ന ഒരു കേസ്, അതിൻ്റെ ഭാഗമായി ആൾ പിടിക്കപ്പെടുന്നു. അങ്ങനെ 20 കേസുകൾ തെളിയിക്കപ്പെട്ടു. പക്ഷേ ആൾ പറയുന്ന കണക്ക് പ്രകാരം 30 അല്ല 100ക്ക് അടുത്തുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതും സുന്ദരിമാരായ കുറേ ആൾക്കാർ. എന്തായാലും പൊളിക്കും. അടുത്തത് മെയ്യിലേക്കാട്ടോ റിലീസ് പ്ലാൻ ചെയ്യുന്നത് കളങ്കാവൽ. അടുത്തത് കിങ് ഓഫ് കൊത്ത സിനിമയുടെ OTT ഡീല് ഇതുവരെ ആർക്കും തൊടാൻ പറ്റിയിട്ടില്ല കേട്ടോ. എമ്പുരാന്റെ കച്ചവടം നടന്നു, പക്ഷെ എമ്പുരാനും തൊടാൻ കഴിയാത്ത ലെവലിലാണ് കിങ് ഓഫ് കൊത്ത. പുറത്ത് കേൾക്കുന്ന സംഭവങ്ങളൊക്കെ പല രീതിയിലാണ് കേട്ടോ. പക്ഷെ എന്തായാലും കിങ് ഓഫ് കൊത്ത തന്നെയാണ് ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയ ഡീല് നടന്നിരിക്കുന്നത് തന്നെയാണ്. അതാണ് എന്തായാലും കിങ് ഓഫ് കൊത്ത ഒന്നാമതായി നിൽക്കുന്നു. ഓക്കെ, എന്തായാലും അടുത്ത കിഴി തെലുങ്ക് പിന്നെ വന്നിട്ടില്ലല്ലേ? രാജൻ തന്നെ ഒരു രക്ഷയില്ല, തലമണ്ടയ്ക്ക് അടിയിട്ട് പോലെ ഇപ്പൊ 2 അടുപ്പിച്ച്. നീ തമിഴ് എന്ന് പറഞ്ഞിട്ടാണ് തെലുങ്കിൽ. അതാണ് അതിലെ ഏറ്റവും വലിയ സംഭവം. അതിനിടയ്ക്ക് കന്നഡയും മനസ്സിൽ കയറി വന്നു. കന്നഡ പറഞ്ഞാൽ മതി, അതാണെങ്കിൽ 1 ഉണ്ടായിരുന്നു. കണ്ടോ, ടോക്സിക്
ടോക്സിക് സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സുദേവ് നായരുടെ കൂടെയുള്ള ഒരു സ്റ്റില്ലാണ്. ഓക്കെ, അത് ഉണ്ടായിരുന്നല്ലോ, അത് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ യഷ് നായകനാവുന്ന സിനിമ. യഷിനെ വെച്ചൊരു സിനിമ ഞാൻ ചെയ്യൂട്ടോ. ഞാൻ എന്തെങ്കിലും നിനക്ക് വലിയ ഡൗട്ട്? ചെറുതായിട്ടുള്ളൂ. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. വലുതായിട്ടൊന്നുമില്ല. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. മാഷപ്പൊക്കെ മകനെ വെച്ചിട്ട് ചെയ്യാൻ കാര്യമാണോ ഉദ്ദേശിച്ചത്? കുറെ കളിയാക്കും ഞാൻ, ഉറപ്പായിട്ട് കളിയാക്കുക. അപ്പൊ ഭയങ്കര ഈ ഒരു സാധനം കട്ട് ചെയ്തെടുത്തിട്ട് സിനിമ വരുമ്പോ വമ്പൻ ട്രോൾ വരുമ്പത്തേക്കും ഈ സാധനം ഉണ്ടാവോ? എഴുതിട്ടോ. അതല്ല, അത് വരുമ്പത്തേക്ക് ഈ സാധനം ഉണ്ടാവോന്ന് ചോദിച്ചത്. നമ്മുടെ ഈ വീഡിയോ ഇതാ ഞാനോ? അതിനുമ്പ് നാട്ടുകാർ തല്ലിക്കൊല്ലുന്നാണോ? നാട്ടുകാർ തല്ലിക്കൊല്ലണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് ചാവുന്നുണ്ട് എല്ലാരും. എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ടേ കുറെ വീഡിയോസ് ഇറക്കുന്നില്ലേ, അതിന്റെ പേരിലായിരിക്കും മിക്കവാറും കാരണം. വല്ല മറ്റേ ജ്യൂസ് അടിക്കാനോ അല്ലെങ്കിൽ ദാഹിക്കുമ്പോ ഒന്ന് കേറുമ്പോഴായിരിക്കും ഇതാരോ ആ നുണ മാത്രം പറയണ. ജ്യൂസ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും വേറെ വാങ്ങി തരുന്നത് ജ്യൂസ് ആരും കുടിക്കില്ല. അതൊരു സത്യം. അത് മറ്റേ ഒന്നിൽ തീരുമാനം ഇനി ആരും അത് ആ ഒരു കാരണത്താൽ കിട്ടൂല. അപ്പൊ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. കുഴിമന്തി വന്നിട്ടായിരിക്കും ചിലപ്പോ. കുഴിമന്തിയിൽ ചിലപ്പോൾ വീണേക്കാം. അത് മേ ബി കട്ടപ്പയെ പോലെ കൂടെ നടക്കുന്നവരാവാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആവാം. പക്ഷെ മരണത്തെ കുറിച്ച് സംഭവിക്കുന്നത് ഇവിടെ മരണം സംഭവിക്കുന്നത് എനിക്കാണല്ലോ. അല്ല, നീ ഒറ്റയ്ക്ക് പോകൂലല്ലോ. ഇപ്പൊ എന്തായാലും കുഴിമന്തി വന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഞാനും ഒപ്പം പോകൂലേ? നീ എന്നെ ആയിരിക്കും കലക്കി തരുന്നൊക്കെ. എന്നിട്ട് ഞാൻ കുഴിമന്തി കണ്ടപ്പോഴേ എടാ ഞാനും ഇത് മറന്നുപോയി. കുഴിമന്തി എന്തായാലും ഒറ്റ തിന്നല, ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ഈസ്റ്റർ. അത്രേ ഉള്ളൂ. അയ്യോ, അപ്പോൾ യഷ് ആയിട്ടുള്ള സിനിമനെ കുറിച്ച് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊന്ന് കരുതി വെച്ചോ, ഓർത്ത് വെച്ചോ. ബൈ.